പ്രിയരെ, JK ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫാമിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പശുക്കളെ ഫീഡ് ചെയ്യുന്ന രീതി, ആനിമൽ ഫീഡിങ്, ടോട്ടൽ മിക്സഡ് റാഷൻ, എങ്ങനെയാണ് സമീകൃതമായി പശുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് എന്നതാണ് ഇന്നത്തെ വിഷയം. അതിനൊരു സ്റ്റോറിയായിട്ട് ഞാൻ ഒരു കഥ പോലെ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. 2001 ഞാൻ പശുവിനെ ആദ്യമായിട്ട് വളർത്തുന്നത്. അന്ന് എനിക്ക് പശുവിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അന്ന് പശുക്കൾക്ക് ആഹാരം കൊടുത്തിരുന്ന രീതി എന്ന് പറയുന്നത്, രാവിലെ ഒരു 4 മണിയാകുമ്പോൾ കറവയ്ക്ക് വരും. കറവയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾ കറവ കഴിഞ്ഞിട്ട് അടുത്തടുത്ത് കറവയ്ക്കായിട്ട് ഓടും. അത് കഴിഞ്ഞൊരു 7 മണിയാകുമ്പോഴാണ് അദ്ദേഹം തിരികെ വരുന്നത്. ആ സമയത്ത് 10 പശുക്കൾ എനിക്കുണ്ടായിരുന്നു. പാത്രത്തിൽ പെല്ലറ്റ് നല്ലതുപോലെ വെള്ളമൊഴിച്ച് കലക്കി പശുക്കൾക്ക് വയറ് നിറയെ കൊടുക്കും. അത് കഴിയുമ്പോൾ ഉള്ള വൈക്കോലും പുല്ലും കൂടെ ഇടും. പിന്നീടൊരു 3 മണിക്കാണ് വൈകിട്ടത്തെ കറവ. ഇതേ കാര്യം വീണ്ടും തുടരും. ഇത് തന്നെയാണ് ശരിയെന്ന് ഞാൻ കരുതിയിരുന്നു. ഇതിപ്പോഴും തുടരുന്ന ധാരാളം കർഷക സുഹൃത്തുക്കളുണ്ടെന്നറിയാം. ഈ രീതി പശുക്കളുടെ ആമാശയം അറിയാത്ത ആഹാരം കൊടുക്കുന്ന രീതിയാണ് എന്ന് പറയേണ്ടി വരും. പശുക്കൾക്ക് എപ്പോഴും TMR ആയിട്ടാണ് ആഹാരം കൊടുക്കുന്നത്. TMR എന്നാണ് പറയുന്നത്, ടോട്ടൽ മിക്സഡ് റാഷൻ. ഇന്ന് എന്താണ് ഈ TMR എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ ചപ്പാത്തി കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഊണ് കഴിക്കുന്നു, ദോശ കഴിക്കുന്നു, പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നു. നമ്മൾ എന്ത് കഴിച്ചാലും നമ്മളുടേത് ആഹാരം ദഹിപ്പിക്കുന്നത് എൻസൈംസാണ്. എന്നാൽ പശുക്കൾക്ക് അങ്ങനെയല്ല. പശുക്കൾക്ക് അവരുടെ ആഹാരം ദഹിപ്പിക്കുന്നത് റൂമൻ ബാക്ടീരിയയാണ്. അവരുടെ ആമാശയത്തിലെ ബാക്ടീരിയയാണ്. അവരുടെ ആമാശയം എന്ന് പറയുന്നത് അനറോബിക് ബാക്ടീരിയയുടെ, ഓക്സിജൻ ആവശ്യമില്ലാത്ത ബാക്ടീരിയയുടെ ഒരു വലിയ തറവാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പശുക്കൾക്കല്ല ആഹാരം കൊടുക്കുന്നത്, പശുക്കളുടെ വയറിലുള്ള ബാക്ടീരിയയ്ക്കാണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ബാക്ടീരിയയ്ക്ക് വളരണമെങ്കിൽ റൂമൻ pH, ആമാശയത്തിൻ്റെ pH എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, അത് 0 മുതൽ 14 വരെയുള്ളൊരു സ്കെയിലാണ് pH എന്ന് നമ്മൾ കണക്കാക്കുന്നത്. 14നും 0നും ഇടയിലുള്ള മധ്യത്തുള്ള 7 ശുദ്ധജലത്തിൻ്റെ pH എന്ന് പറയുന്നത്. ഇത് 7ൽ താഴോട്ട് വരുമ്പോൾ അത് കൂടുതൽ ആസിഡിക് ആകും. 7ന് മുകളിലോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ബേസിക് ആകും. റൂമൻ pH ഡയറി കാറ്റിലിന് ഐഡിയലി 6.2 to 7. അത് കുറച്ചുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ 6.5 to 6.8 ഒരു ഐഡിയൽ pH എന്ന് നമുക്ക് പറയാവുന്നത്. ഇതിൽ ഈ 6.2ന് താഴെയാവുകയാണെങ്കിൽ റൂമൻ ബാക്ടീരിയയുടെ അളവ് കുറയും, അത് നശിച്ചു തുടങ്ങും. എന്നാൽ അതൊരു 5.4 ഒക്കെ ആവുകയാണെങ്കിൽ പശുക്കൾക്ക് പിന്നെ ആഹാരം ദഹിപ്പിക്കാനേ കഴിയാതെയാകും. അപ്പോൾ ഈ റൂമൻ pH മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് പശുക്കൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന് റൂൾ നമ്പർ 1 TMR ആയി ഭക്ഷണം കൊടുക്കുക. റൂൾ നമ്പർ 2 24 മണിക്കൂറും പശുക്കളുടെ മുമ്പിൽ ആഹാരം അവൈലബിൾ ആക്കുക. ആഹാരമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പശുക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ കഴിക്കാനറിയാം, വെള്ളം കുടിക്കാനറിയാം, കിടക്കാനറിയാം, അയവെട്ടാനറിയാം. അതിന് നമ്മളാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർക്ക് അവൈലബിൾ ആക്കണം. ഇനി ഈ ഫീഡ് അവൈലബിൾ അല്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവരുടെ റൂമൻ സ്റ്റാർവിങ്, അവർ ആഹാരമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ആസിഡിക് ആവുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ വരും. ആസിഡിക് ആയാൽ എന്താണ് സംഭവിക്കുന്നത്? ആസിഡിക് ആയി കഴിഞ്ഞാൽ ഒന്ന്, pHൻ്റെ തോത് കുറയുമ്പോഴാണ് ആസിഡിക് ആവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം, അവരുടെ ഡൈജഷൻ പ്രോപ്പറായി നടക്കില്ല. ലാമിനൈറ്റിസ്, കുളമ്പിൻ്റെ പ്രശ്നങ്ങൾ, വേദന, ഈ 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ആസിഡോസിസ്, റൂമൻ ആസിഡോസിസ് എന്ന ഒരു
പ്രശ്നത്തിലേക്ക് അവസ്ഥയിലേക്ക് പോവുകയും അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ലാമിനൈറ്റിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഭക്ഷണക്രമത്തിലുള്ള പ്രശ്നവും റൂമൻ അസിഡോസിസുമാണ്. നമ്മൾ പലപ്പോഴും പശുക്കൾക്ക് കാല് കുത്താൻ പറ്റുന്നില്ല, വേദന എന്ന് പറയും. ഉടൻ നമ്മൾ കാലിന് ട്രീറ്റ് ചെയ്യും. ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ കാലിന് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ. എങ്കിൽ കൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റൂമൻ അസിഡോസിസ് ആണ്. അതുകൊണ്ട് പശുക്കളുടെ ആഹാരക്രമം ശരിയാകാതെ പശുക്കൾക്ക് പ്രൊഡക്ഷനും റീപ്രൊഡക്ഷനും ഒന്നും തന്നെ നേരെയാകില്ല. എൻ്റെ ഒരു വിവക്ഷ, ഞാൻ ധാരാളം ഫാമുകളിൽ പോയി ധാരാളം പശുക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തോന്നലെന്ന് പറയുന്നത് കേരളത്തിലെ നല്ലൊരു ശതമാനം പശുക്കളും ആഹാരക്കുറവ് ഉള്ള പശുക്കളാണ്. അതിന് കിട്ടേണ്ട 20, 22, 15, 18, 20, 22 ലിറ്റർ പാല് തരുന്ന പശുക്കൾക്ക് അതുപോലെ ആഹാരം കൊടുത്തേ പറ്റൂ. ഈ ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും അളവിലും സവിശേഷതയിലും കുറവ് വരുമ്പോഴാണ് പശുക്കൾക്ക് അസുഖമുണ്ടാകുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആഹാരമാണ് ഔഷധം. കൃത്യമായി പശുവിൻ്റെ ആമാശയമറിഞ്ഞ് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അസുഖത്തെ നമ്മളുടെ പടിക്ക് പുറത്തു നിർത്താൻ പറ്റും. ഇനി എന്തൊക്കെയാണ് പശുക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കാം. TMR എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. TMR എന്ന് പറയുന്നത് ടോട്ടൽ മിക്സഡ് റാഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് പശുക്കൾ കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് കൊടുക്കേണ്ടത്. അതിനകത്ത് ഫോറേജസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൈലേജ് ഉണ്ടെങ്കിൽ സൈലേജ്, പുല്ല്, പിന്നെ പാഡി സ്ട്രോ ഏതെങ്കിലും സ്ട്രോ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്ന മിശ്രിതത്തിലാണ് നമ്മൾ ഫോറേജുകൾ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സൈലേജ് അവൈലബിൾ ആകണമെന്നില്ല, ചിലപ്പോൾ പുല്ല് അവൈലബിൾ ആകണമെന്നില്ല. പക്ഷേ എങ്കിലും പശുക്കൾക്ക് അല്പം ഗ്രീൻ കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. പൂർണ്ണമായും സൈലേജ് കൊടുത്ത് പശുക്കളെ വളർത്തുന്നത് അഭികാമ്യമല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. പുല്ല് പശുക്കൾക്ക് കൊടുക്കണം. അപ്പോൾ പുല്ല്, അതുപോലെ വൈക്കോല്, അതുപോലെ സൈലേജ്, ഇത് മൂന്നൂടെ ചേർന്ന മിശ്രിതത്തെ നമുക്ക് ഫോറേജ് എന്ന് വിളിക്കാം. ഇനി പല ഘട്ടത്തിലുള്ള പശുക്കൾക്ക് ഇതിൻ്റെ ഈ ഫോറേജിലെയും ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. ഡ്രൈ ആയി നിൽക്കുന്ന പശുക്കൾക്ക് സൈലേജ് കുറവും അതുപോലെ വൈക്കോല് കൂടുതലും വേണം. എന്നാൽ നല്ല പ്രൊഡക്ഷനുള്ള പശുക്കൾക്ക് സൈലേജ് കൂടുതലും വൈക്കോലിൻ്റെ അംശം കുറവുമായിരിക്കാം. എന്തായാലും അതിനെ പൊതുവിൽ നമുക്ക് ഫോറേജ് എന്ന് വിളിക്കാം. പിന്നെ അതിനകത്ത് ധാരാളം ഗ്രെയിൻസ് ചേർക്കണം, ധാന്യങ്ങൾ ചേർക്കണം, പിണ്ണാക്കുകൾ ചേർക്കണം. അതിനെ നമുക്ക് കോൺസെൻട്രേറ്റ് എന്ന് വിളിക്കാം. അതുപോലെ പ്രോട്ടീൻ ഇൻക്ലൂഷൻ, പിണ്ണാക്കുകൾ പ്രോട്ടീനാണ്, ചോളപ്പൊടി ചേർക്കുന്നത് എനർജിക്കാണ്. അതുപോലെ മിനറൽസ്, ഇത്രയും പാലൊക്കെ തരുന്ന പശുക്കൾക്ക് മിനറൽസ് ധാരാളമായി നൽകണം. ആവശ്യത്തിന്, ധാരാളമല്ല, ആവശ്യത്തിന് നൽകണം. അതുപോലെ വൈറ്റമിൻ A, D3 ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ആവശ്യമാണ്. പിന്നെ ഫീഡ് അഡിറ്റീവ്സ്, ഫീഡിൽ ചേർക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ സൈലേജ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ടോക്സിൻ ബൈൻഡർ, വിഷാംശം കുറയ്ക്കാനുള്ള ടോക്സിസിറ്റി, വിഷാംശം കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ ഈസ്റ്റ് കൊടുക്കേണ്ടി വരും, കാരണം റൂമൻ ബാക്ടീരിയയുടെ വളർച്ച ഉറപ്പുവരുത്താനും നിലനിർത്താനുമായിട്ട് കൊടുക്കേണ്ടി വരും. മറ്റ് ചില റൂമൻ ബഫറുകൾ നൽകേണ്ടി വരും. ഉദാഹരണത്തിന് അനിമൽ ഗ്രേഡ് സോഡാക്കാരം നൽകേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന സംഭവത്താണ് നമ്മൾ TMR എന്ന് വിളിക്കുന്നത്. ഇതൊരു TMRൻ്റെ എക്സാമ്പിളാണ്. ഞങ്ങൾ ഈ കിടാരികൾക്ക് കൊടുക്കാനായി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ TMRൽ ചെറിയൊരു ന്യൂനത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഈ വൈക്കോല് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതും കൂടെ ചെറിയ തോതിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഇവിടുത്തെ ചോഫ് കട്ടർ, ഈ വൈക്കോല് മുറിക്കുന്ന കട്ടറിന് ചെറിയൊരു ബുദ്ധിമുട്ട് പറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേർതിരിച്ച് കഴിക്കാൻ പറ്റില്ല. വേർതിരിച്ച് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. എല്ലാം കൂടെ ഒന്നിച്ചാണ്, ഓരോ കടിയിലും ഓരോ ബൈറ്റിലും അവർക്ക് സമീകൃതമായിട്ട് വേണം, എല്ലാം കൂടെ ചേർന്ന് വേണം ആഹാരം പോകാൻ.
ഇനി ഇതിൻ്റെ TMRൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ കടിയിലും പശുവിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുടെയും സമീകൃതമായി അവരുടെ ഉള്ളിൽ പോകും എന്നുള്ളതാണ്. അവരുടെ ഡൈജഷൻ വളരെ പ്രോപ്പറായി നടക്കും, ദഹനം വളരെ പ്രോപ്പറായി നടക്കുമെന്നുള്ളതാണ്. TMR ഫീഡ് കൊടുക്കുകയാണെങ്കിൽ പശുക്കളുടെ ചാണകത്തിലൊക്കെ നല്ല കൺസിസ്റ്റൻസി ഉണ്ടാകും. പിന്നെ നല്ല ഫീഡുമായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഒരു കാരണവശാലും കോംപ്രമൈസ് പറ്റില്ല. പല കർഷകരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പുല്ലും വൈക്കോലും അങ്ങനെ 24 hours 24 മണിക്കൂർ കൊടുക്കാനില്ല. അതിനുള്ള ഏക സൊല്യൂഷൻ പശുക്കളുടെ എണ്ണം കുറയ്ക്കുക. നമുക്ക് 10 പശുക്കളെ മോശമായി വളർത്തുന്നതിൽ നല്ലത് 5 പശുക്കളെ നന്നായി വളർത്തുക എന്ന് തന്നെയാണ്. ഈ പശുക്കൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് അപ്സെറ്റ്, ദഹനം നടക്കാതെ കൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഈ TMR ഫീഡ് കൊടുത്താൽ ഒഴിവാക്കാൻ പറ്റും. മരുന്നിൻ്റെ അളവ് നന്നായി കുറയ്ക്കാൻ പറ്റും. TMR എന്ന് പറയുമ്പോൾ ഉടനെ ഒരു TMR എന്ന് പറയുന്നൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. TMR വാഗണിൽ മിക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഞങ്ങളിവിടെ പശുക്കളുടെ എണ്ണം ഇപ്പോൾ കുറവായപ്പോൾ ഞങ്ങൾ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഫോറേജ് കൊണ്ടിടുക, അതിൻ്റെ മേൽ ഓരോ തരത്തിലുള്ള പശുക്കൾക്കും ഓരോ ഫോറേജാണ്, ഓരോ കോൺസെൻട്രേറ്റഡ് മിക്സാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കിവിടെ 7 തരം മിക്സാണുള്ളത്. 6 മാസം വരെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ സ്റ്റാർട്ടർ ഫീഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. 6 മാസത്തിന് ശേഷം AI ഏജ് വരുന്നുള്ളവർക്ക് ഹെയ്ഫർ ഫീഡാണ് ഞങ്ങൾ, കിടാരികൾക്കുള്ള ഫീഡാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഡ്രൈ ഫീഡാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പശു പ്രസവിക്കുന്നതിന് 21 ദിവസം മുൻപേ ഞങ്ങൾ ക്ലോസപ്പ് ഫീഡ് കൊടുക്കും. അതുപോലെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഹൈ, മീഡിയം, ലോ പാലിൻ്റെ ക്രമം അനുസരിച്ച് പാല് നല്ലതുപോലെ 22 ലിറ്ററിന് മുകളിലുള്ള പാലുള്ളവർക്ക് ഞങ്ങൾ ഹൈ ഫീഡ് കൊടുക്കും. അതിൻ്റെ ഫീഡ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. എന്നാൽ പാല് കുറയുന്ന മുറയ്ക്ക് മീഡിയം ഫീഡും പിന്നീട് ലോ ഫീഡ്, വറ്റുകറവ എന്ന് പറയുന്ന പശുക്കൾക്ക് ലോ ഫീഡുമാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, വ്യക്തമായി നമ്മൾ 24 മണിക്കൂറും അവരുടെ മുമ്പിലുണ്ടാവണം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് TMR ഫീഡ് കൊണ്ട് പശുവിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യലുള്ള പാല് കിട്ടുമെന്നും അത് 1 കിലോ മുതൽ 2.5 കിലോ വരെ പാലിൽ വ്യത്യാസം ഉണ്ടാകുമെന്നൊക്കെയാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ TMR ഫീഡ് കൊടുത്ത് നമ്മളുടെ പശുക്കളെ ശീലിപ്പിക്കണം. ഞാൻ വ്യക്തമായ വാക്ക് തരുന്നു, 24 മണിക്കൂർ ഫീഡ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, അതും TMR രൂപത്തിൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, ഫാമിൽ നല്ലതുപോലെ നമ്മളുടെ മെഡിക്കൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അസുഖം കുറയ്ക്കാൻ പറ്റും, ലാമിനേറ്റീസ് കുറയ്ക്കാൻ പറ്റും, റൂമൻ അസിഡോസിസ് കുറയ്ക്കാൻ പറ്റും. പശുക്കളുടെ എല്ലാ ഘട്ടത്തിലും അവരിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നല്ലതുപോലെ നമുക്ക് നേടിയെടുക്കാനും ആകും. അവർക്കറിയാം അവർ റെസ്റ്റ് ചെയ്യാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവർക്കറിയാം എപ്പോൾ വെള്ളം കുടിക്കണം. 24 മണിക്കൂർ വെള്ളവും നമ്മൾ ഒഴിവാക്കണം. ഇനി ഒരു കാര്യം കൂടെ, വെള്ളത്തിൻ്റെ pH കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വെള്ളത്തിൻ്റെ pH, നമ്മൾ ഇത്രയും മഴയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഓരോ മഴ കഴിയുമ്പോഴും വെള്ളം കൂടുതൽ അസിഡിക് ആകാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ pH കൂടെ ഓരോ ആഴ്ചയിലും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. pH ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രിപ്പ് വെച്ച് വളരെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമാണ്. ആ pH നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 6.5നും 6.8നും ഇടയ്ക്കുള്ളൊരു pHയിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അത് നമ്മളുടെ നീറ്റുകക്ക നമ്മുടെ സ്രോതസ്സിൽ വെള്ളം സ്രോതസ്സിൽ നിക്ഷേപിച്ചാൽ മതിയാകും. ഒരു തുണിയിൽ കെട്ടി നിക്ഷേപിച്ചാൽ മതിയാകും. pH ബാലൻസ് ചെയ്തു പോകും. ഇത്തരം കാര്യങ്ങളിൽ കർശനമായി നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഒരു പശു വളർത്തൽ എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല, വളരെ ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിലാണ്. വിദേശ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് തന്നെ വടക്കൻ ഇന്ത്യയിലുമുള്ള നല്ല ഫാമേഴ്സ് ഇത്തരം കാര്യങ്ങളിൽ അവർ വളരെ വ്യക്തമായി പഠിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അവർ വളരെ മികച്ച രീതിയിൽ പോകുന്നതും. അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾക്ക് അവരോടൊപ്പം ആകാൻ സാധിക്കാത്തതും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. TMR ഫീഡ് കർശനമായി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇന്ന് കൊടുത്താൽ നാളെ മുതൽ റിസൾട്ട് എന്നും കർഷകൻ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഈ TMR ഫീഡിലോട്ടൊക്കെ മാറി അത് കൃത്യമായി 24 മണിക്കൂർ ഫീഡിങ്ങിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ അത് ഗുണം ചെയ്യും. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് പ്രത്യക്ഷമാകുകയും ചെയ്യും. ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നമുക്ക് സംവദിക്കാം, നമുക്ക് ആശയങ്ങൾ കൈമാറാം.
കൂട്ടായി നമുക്കെല്ലാവർക്കും വിജയത്തിലേക്ക് മുന്നേറാം. നല്ലത് വരട്ടെ.